ഈ മുടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കാന്തപുരം വലിയ പ്രതിരോധത്തിലായി. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഈ വിമർശനത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം, ഉസ്താദിനെ പ്രതിരോധിക്കണം. അതിനുവേണ്ടി രംഗത്തിറങ്ങിയ ഉസ്താദിന്റെ ഒരു അരിമ ശിഷ്യനുണ്ടായിരുന്നു, ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരി. അദ്ദേഹം ഈ മുടിയുടെ നാൾ വഴികളൊക്കെ അറിയുന്ന ആളാണ്. ഈ മുടി യാഥാർത്ഥ്യം മനസ്സിലാക്കാനും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളെ പ്രതിരോധിക്കാനും അങ്ങനെ ഉസ്താദിനെ രക്ഷപ്പെടുത്താനും മുടിയുടെ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കാനും ഒക്കെ യാത്ര ചെയ്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് കാന്തപുരം കൊണ്ടുവന്ന മുടിയെ സംബന്ധിച്ച് മറ്റാരേക്കാളും ആധികാരികമായി പറയാൻ ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മുടിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ മുംബൈയിൽ നിന്ന് 2005 കൊണ്ടുവരുന്ന മുടി ഉണ്ടല്ലോ, ആ മുടിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ബോംബെയിലേക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിരുന്ന അന്നത്തെ സുഹൃത്തായിരുന്ന ജിഷാൻ മാഹിയുമൊത്ത് മുംബൈയിലേക്ക് പോകുകയും മുംബൈയിൽ ആ മുടിയുമായി ബന്ധപ്പെട്ട സംഗതികൾ അദ്ദേഹം കൃത്യമായി അന്വേഷിക്കുകയും ചെയ്തിട്ട് അവിടെയുണ്ടായ അദ്ദേഹം നേരിൽ കണ്ട സംഭവ വികാസങ്ങൾ നമ്മളെല്ലാവരും ഞെട്ടിത്തരിക്കുന്ന കുറെ രഹസ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പരിസരം ഒന്നും കാണുമ്പോൾ ഒരു നിലക്കും നമുക്ക് ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു നോർമൽ മുസ്ലിമായ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത്രയും വൃത്തികെട്ട പരിസരം. ഒരു കയ്യും കാലും തേച്ച് കഴുകി നിസ്കരിക്കുന്ന മനുഷ്യനെ കണ്ടാൽ നമുക്കറിയാലോ, അതുപോലും അവിടെ ഇല്ല. അങ്ങനെ ഇത് കഴിഞ്ഞ് എൻ്റെ മനസ്സ് ആകെ കലങ്ങി. ജിഷാമാഹി എന്നോട് പറഞ്ഞേ, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുന്നു, നിങ്ങൾ വിചാരിക്കുമ്പോൾ ആയിക്കോളുന്നില്ലല്ലോ കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ പുറത്തുള്ളതിനേക്കാളും കഷ്ടക്കാരം. മൂക്ക് പൊത്താതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. ഒരു ജാതി നാറുന്ന വാസനയുള്ള ഒരു സ്ഥലം. എന്താണ് അതിൻ്റെ ഉള്ളിൽ? ചാണകമാണോ ആട്ടിൻ കാഷ്ടമാണോ എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയില്ല. ഒരു വൃത്തിയും വെടുപ്പില്ലാത്ത ഒരു. എന്നാണ് ഇദ്ദേഹം കുളിച്ചത്, എന്നാണ് ഇദ്ദേഹം പല്ല് തേച്ചത്, ഒന്നും ചോദിക്കണ്ട. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് വിഷയങ്ങൾ പറഞ്ഞു. ഉറുദു ഭാഷയിൽ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ആസാറുകളും സൂക്ഷിക്കുന്ന ആളാണ്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ശേഷിപ്പുകൾ എൻ്റെ അടുക്കലുണ്ട്. മൊയ്തീൻ ഷെയ്ഖിൻ്റെതുണ്ട്, ആ ഷെയ്ഖിൻ്റെതുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെ വെച്ചത്? ഇത് വെച്ച സ്ഥലങ്ങളൊക്കെ മൂപ്പരിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് തപ്പി നോക്കിയിട്ട് കുറേ അവിടെയാണ്, കുറേ എവിടെയാണ്, കുറേ കട്ടിലിൻ്റെ അടിയിലാണ്, ഇങ്ങനെ ഓരോന്നെടുത്ത് കാട്ടിത്തരാം. എന്നിട്ട് ഇതൊക്കെ ഇദ്ദേഹം ഈ ജിഷാൻ മാഹി എന്ന് പറയുന്ന ആളെന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്.